Meet the editors. വിവാദങ്ങൾക്കിടെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി ദില്ലി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ രാജി. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് ആരോപിച്ചാണ് രാജ്കുമാർ രാജിവെച്ചത്. പാർട്ടി അംഗത്വവും രാജ്കുമാർ രാജിവെച്ചു. ആപ്പിന്റെ പതനം തുടങ്ങിയെന്ന് BJP പ്രതികരിച്ചു. അതേസമയം അറസ്റ്റ് ശരിവെച്ച ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആപ്പിനെ തീർക്കാനോ എന്നതാണ് ചോദ്യം. നോക്കൂ, ആപ്പിനെ തീർക്കാൻ തന്നെയാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തിയെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അതിപ്പം പിന്നെ BJPയുടെ ഒരു പ്രോജക്റ്റാണ്. ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ വേണ്ട എന്നുള്ളത് BJPയുടെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് എത്രയോ നാളുകളായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇതൊരു 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ടില്ലേ ആദ്യം തന്നെ സത്യേന്ദ്ര ജെയിനിനെ പിടിച്ചകത്തിരുന്നു. അത് എത്ര മാസമാണ്? 17 മാസക്കാലം ട്രയലില്ല, കൺവിക്ഷനില്ല, ബെയിലില്ല. ഒരാളെ പിടിച്ചങ്ങ് ഇട്ടിരിക്കുകയാണ്, അവിടുത്തെ ഒരു മന്ത്രിയെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിസോദിയെ പിടിച്ചിട്ടു. അദ്ദേഹത്തിൻ്റെ കാര്യവും ഇതേപോലെ തന്നെ 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു, ജയിലിലാണ്. ഇപ്പോൾ ഒടുവിൽ പിന്നെ കെജ്രിവാളിനെ പിടിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രാജിയും വരുന്നത്. ഈ രാജി വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അഴിമതിക്കെതിരായി നിന്ന ഒരു പാർട്ടി ഇപ്പോൾ അഴിമതിക്കാരുടെ പാർട്ടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ പിന്നെ രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ വർഷം നവംബറിൽ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ചൈനയിലേക്ക് ഹവാല വഴി പണം കടത്തി എന്നുള്ള പറഞ്ഞിട്ടാണ് കേസാണ്. 23 മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പിന്നെ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് ഇപ്പോൾ അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള സൗരഭ് ഭരദ്വാജ് പറയുന്നുണ്ട്. അദ്ദേഹം ഭയത്തിലായിരുന്നു എന്ന് മാത്രമല്ല, ഈ എപ്പോഴെങ്കിലും ഞാൻ ആക്റ്റീവ് ആയാൽ എനിക്കൊരു ഫോൺ കോൾ വരുമായിരുന്നു എന്ന് ഭരദ്വാജിനോട് പറഞ്ഞതായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും അങ്ങ് പിൻ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ ഘട്ടമായിട്ട് അങ്ങ് പിടിക്കുകയാണ്. അപ്പം പേടിച്ചിട്ടാണ് ഈ രാജി. അല്ലാതെ ആം ആദ്മി പാർട്ടി അഴിമതി നടത്തിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടുവെന്നും അത് ഇന്നലെ ഡൽഹി ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്നും അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ തന്നെ ED പൂട്ടിയിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് വളരെ ശക്തമായിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ ഭയപ്പാടിലാണ് ഈ രാജി. അത് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നതും. അതായത് ഇതിനെ ശിഥിലീകരിക്കുക എന്നുള്ളതാണ്. ആളുകളെ ഭയപ്പെടുത്തി കേസിൽ കുടുക്കി ജയിലിലാക്കി ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മാത്രം അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, ഈ പഞ്ചാബിൽ നിന്ന് 7 രാജ്യസഭാംഗങ്ങളുണ്ട്. ഈ 7 രാജ്യസഭാംഗങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് 5 രാജ്യസഭാംഗങ്ങൾ ഈ നിമിഷം വരെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ കുറിച്ച് ഒരൊറ്റ അക്ഷരം സംസാരിച്ചിട്ടില്ല, അതിനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. എന്ന് മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം എല്ലാ MLA മാരോടും രാജ്യസഭാംഗങ്ങളോടും അവരുടെ പ്രവർത്തകരോടും ആ പാർട്ടി ആഹ്വാനം ചെയ്ത് അവരുടെ എല്ലാം സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ട് ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്ത് നിൽക്കുന്ന പിക്ചറാണ് ഇടേണ്ടതെന്നാണ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഈ 5 MP മാരും ഈ 5 രാജ്യസഭാ MP മാരും ഈ നിമിഷം വരെ അത് മാറ്റിയിട്ടില്ല. അപ്പം ഞാനത് കൗതുകത്തോടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണത്. ഇനി ഈ പറയുന്നത് ഈ 5 പേരെയും ഹാർഡ് കോർ ആം ആദ്മി പാർട്ടി പ്രവർത്തകരല്ല, അവരെ ഒഴിവാക്കിയിട്ടാണ് ഇവരെ ആക്കിയത്. എന്നാലും അവർ ഈ സമയത്ത് ചെയ്യേണ്ട അവർ പലരും പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, ഈ പറയുന്ന പാർട്ടിയുടെ പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുക്കത്തില്ല, ചില ബിസിനസ്മാന്മാരാണ്. എങ്കിൽ കൂടിയും ഈ പറയുന്ന ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയായിട്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ടിയുമായി ഒരു ദർശനമുണ്ടല്ലോ, ആ പാർട്ടിയുടെ ആ ദർശനത്തോട് എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായ യോജിപ്പുണ്ടെങ്കിൽ അവരത് ചെയ്യേണ്ടതാണല്ലോ. ഈ ഘട്ടത്തിൽ അവരുടെ കൂറ് പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ അതും സംഭവിക്കുന്നില്ല. അപ്പം എന്താണ് ആ പാർട്ടിയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നോക്കൂ. ഡൽഹി, പഞ്ചാബ് ഈ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ഹരിയാനയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടി അവിടെ അവരുടെ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോവയിൽ അവരവരുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുന്നു. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് 5 MLA മാരുമുണ്ട്, 13% വോട്ടുമുണ്ട്. അത് കൂടാതെ അവർ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ട് അവിടെ ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ വലിയൊരു ഒരു ആൻറ്റി BJP പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് പിന്നെ ആം ആദ്മി പാർട്ടി വളർന്നു വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ED ഇതെല്ലാം ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറയുന്നത് ഇതിന് തുടരാൻ പോവുകയാണ് എന്നാണ്. ഈ ഒരു ശിഥിലീകരണം ഇനി സംഭവിക്കും. പലരും വരണ്ടിട്ട് ഇനി രാജിവെക്കും. ഇനിയിപ്പോൾ മാത്രമല്ല, ഈ രാജിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണപ്രതിസന്ധിയുടെ പ്രശ്നം കൂടി അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത് പോലെ ഇനിയിപ്പോൾ ഇതിപ്പം കെജ്രിവാളിനാണല്ലോ കൊടുക്കുക, മുഖ്യമന്ത്രിക്കാണല്ലോ മന്ത്രി കൊടുക്കുക. അത് അദ്ദേഹം ഫോർവേഡ് ചെയ്യേണ്ടത് ലഫ്റ്റനൻറ്റ് ജനറൽക്കാണ്, ഗവർണർക്കാണ്. അപ്പോൾ ആ ഗവർണർ ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ശുപാർശ സ്വീകരിക്കുമോ, അതോ ഇനി
ഇനിയിപ്പം ഇതെല്ലാം ഒരു ഭരണപ്രതിസന്ധിയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണോ സംഭവിക്കുന്നത്? ഇതൊക്കെ മുൻകൂർ തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥയാണോ എന്നൊക്കെയുള്ള സംശയം എനിക്കുണ്ട്. എനിവേ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള തുടക്കമാണ് ആം ആദ്മി പാർട്ടിയെ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ശരി, ആപ്പിനെ തീർക്കാനോ എന്ന ചോദ്യത്തിന് തീർക്കാൻ തന്നെയാണ്. അതിനനുകൂലമായ സാഹചര്യങ്ങൾ അപ്പുറത്ത് BJPക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ ഹൈക്കോടതി വിധി കൂടി വന്നതോടുകൂടി അതിലേക്ക് വേഗം കൂടുകയാണ്. ഇപ്പോൾ രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം സാമൂഹ്യക്ഷേമ മന്ത്രിയാണ്. അഴിമതിക്കെതിരെ അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി അംഗത്വം കൂടി രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ദളിത് സംവരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദളിതുകളോടുള്ള സമീപനം, ആപ്പിൻ്റെ സമീപനം വളരെ മോശമാണെന്ന് അദ്ദേഹം പറയുന്നു. ദളിത് സംവരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നിലേക്ക് വലിയ നിലപാടാണ് പാർട്ടിക്കെന്ന് പറയുന്നു. ഇതൊക്കെ പറയേണ്ട സമയം ഇതാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഇത്രയും കാലം ഉണ്ടായിട്ടും ആപ്പുമായി ബന്ധപ്പെട്ട ആ വിമർശനം ഉണ്ടാകാതിരുന്ന മന്ത്രി, ആ മന്ത്രിയുടെ വീട്ടിൽ തന്നെ ED നേരത്തെ റെയ്ഡ് നടത്തിയ പരിശോധന നടത്തിയ സാഹചര്യമുണ്ട്. ഒട്ടും ആക്റ്റീവായിരുന്നില്ല എന്ന് ആപ്പിലെ മറ്റു നേതാക്കൾ തന്നെ പറയുന്ന ഒരു മന്ത്രി ഇപ്പോൾ രാജിവെക്കുന്നത് തീർച്ചയായും അതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണെന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ആപ്പ് കേജ്രിവാളിനെ യഥാർത്ഥത്തിൽ മോദി ഭയക്കുന്നുണ്ട്. രണ്ടു പേർക്കും മധ്യവർഗ വോട്ടർമാരാണ്. രണ്ടു കൂട്ടരും എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നേട്ടങ്ങൾ കൊയ്തത് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. 2015-ലും 2020-ലും നിയമസഭയിൽ ആപ്പ് വലിയ നേട്ടമുണ്ടാക്കുന്നു. 2014-19 ലോക്സഭയിൽ BJP നല്ല നേട്ടമുണ്ടാക്കുന്നു. രാമഭക്തനാണ് മോദി, ഹനുമാൻ ഭക്തനാണ് കേജ്രിവാൾ. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് പിടിച്ചിട്ടുള്ളത്. അഴിമതിക്കെതിരെ രണ്ടു കൂട്ടരും കുരിശുദ്ധം ചേർത്തു. 2010 ഈ അണ്ണാ ഹസാരെയുമായിട്ടുള്ള സമരം കൊണ്ടുവരുമ്പോൾ അണ്ണാ ഹസാരയെ മുന്നിൽ നിർത്തണോ എന്നുള്ള ഉപദേശം കേജ്രിവാൾ തേടുന്നത് ശ്രീ രവിശങ്കറിൽ നിന്നാണ്. ഈ അണ്ണാ ഹസാരയുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് എന്ന് പറയുന്നത് RSSന്റെ സർസംഘ് ചാലകാണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ കേജ്രിവാളിനെ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും കേജ്രിവാളിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വഴി വെട്ടിത്തെളിക്കുകയുമാണ് മോദി ആ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. 2013 ഒരു തരത്തിൽ കേജ്രിവാൾ ആരെയും ഭയക്കാത്തൊരു നേതാവാണെന്ന് പറയേണ്ടി വരും. 2013 ഷീലാ ദീക്ഷിതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരുന്നു. പിന്നീട് അദ്ദേഹത്തിനെ കാണുന്നത് നമ്മൾ വാരാണസിയിൽ മോദിക്കെതിരെ മത്സരിക്കുന്നതായിട്ടാണ്. അന്ന് തന്നെ മോദി ഒരു പക്ഷേ കേജ്രിവാളിനെ നോക്കി വെച്ചിരിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം പിന്നീട് 2015 നിയമസഭയിൽ നടന്നിരിക്കുന്ന ഈ 70-60 സീറ്റ് നേടിക്കൊണ്ടുള്ള വിജയം, 2020 തുടർഭരണം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലുള്ള വിജയം, അതിനുശേഷം ഈ ഡൽഹി സർക്കാരിൻ്റെ അധികാരങ്ങൾ ചുരുക്കാൻ വേണ്ടി നടന്ന സമ്മർദ്ദങ്ങൾ, അതിൽ നടന്ന തർക്കങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കേസിൽ മദ്യ അഴിമതി കേസിൽ കൊണ്ടുവരുമ്പോൾ ഈ ആരുടെ മൊഴികൾ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവരെല്ലാം തന്നെ കുറ്റക്കാരാണെന്ന് വിധിക്കുന്ന രീതിയിലുള്ള ഇന്നലെ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന രൂക്ഷമായ പരാമർശങ്ങളടക്കം കാണുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, അത് വെച്ച് തന്നെയായിരിക്കും ഇനി BJP മുന്നോട്ട് നീങ്ങുക. ഇന്ന് ആ ഒരു സമ്മർദ്ദം BJPയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേജ്രിവാൾ കുറ്റക്കാരനാണെന്ന്. അതുകൊണ്ട് ഇനി ആ സ്ഥാനത്ത്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കാൻ അർഹനല്ല എന്ന് പറയുന്നു. ഞങ്ങൾക്ക് മേൽ സമ്മർദ്ദമുണ്ട്, സ്വാധീനിക്കാൻ ശ്രമമുണ്ടായിട്ടുണ്ട് എന്ന് അതിഷി മെർലിനെ അടക്കമുള്ള മന്ത്രിമാർ നേരത്തെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പടിപടിയായി ആപ്പിനെ തീർക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിൽ ഒരു വിധത്തിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നികേഷ് കുമാർ. BJP വളർന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഒരുപക്ഷേ കോൺഗ്രസ് ഈ ലോക്സഭ, BJPയെ സംബന്ധിച്ചിടത്തോളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നാമാവശേഷമാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാക്യൂമിലേക്ക് വരാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണ് BJP ആം ആദ്മി പാർട്ടിയെ കാണുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഇപ്പോൾ കോൺഗ്രസിനെയും BJPയെയും കഴിഞ്ഞാൽ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അത് ബംഗാളിൽ മാത്രമായി ഒതുങ്ങും, DMK അത് തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു, CPM ഇപ്പോൾ കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു അവസ്ഥ വരുന്നു. ഇനിയിപ്പോൾ RJDയെയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ഒക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ പോലും അതിന് ഒരു പ്രാദേശിക സ്വഭാവവും ജാതി രാഷ്ട്രീയത്തിൻ്റെ ഭാഗവുമായി നിൽക്കുകയാണ്. ആം ആദ്മി പാർട്ടി അങ്ങനെയല്ല. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരാൻ കഴിയുന്ന രീതിയിൽ ആ പാർട്ടിക്ക് പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആളുകളുമായി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എപ്പോഴും നമ്മൾ കറപ്ഷനൊക്കെ എതിരാണല്ലോ, ആളുകളുമായി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ആ നിലയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ മേഖലകൾ തേടിപ്പോകാനുള്ള സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ആം ആദ്മി പാർട്ടി സ്വന്തമായി ചെയ്ത് വരുത്തി വെച്ചിട്ടുള്ളൊരു കാര്യം, അതേ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ അവരുടെ രാജ്യസഭാംഗങ്ങളൊന്നും തന്നെയും അവരുടെ ഹാർഡ് കോർ പാർട്ടി നേതാക്കളല്ല. പലരെയും ചിറകരിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെ, എന്ന് വെച്ചാൽ ഏറ്റവും സജീവമായ ആം ആദ്മി പാർട്ടിയുടെ ഉത്ഭവ കാലഘട്ടം മുതലുള്ള
അതിൻ്റെ ഫൗണ്ടേഴ്സിനെ ചിറകരിഞ്ഞുകൊണ്ടാണ് പല ബിസിനസ്സുകാർക്കും രാജ്യസഭാംഗത്വം കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തന്നോടൊപ്പം തോളൊപ്പം വരുന്ന ആളുകളെ മുഴുവൻ അരവിന്ദ് കെജ്രിവാൾ ചിറകരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അടുത്തൊന്നും എത്തിച്ചിട്ടില്ല അവരെയെല്ലാം. ആകെ മനീഷ് സിസോദിയാണ്. മനീഷ് സിസോദിയയുടെ ഒരു ഉപദേശപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ്. അപ്പോൾ ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ മനീഷ് സിസോദിയെ പിടിച്ച് ജയിലിടുക എന്നുള്ളതാണ്. വേറൊരു രണ്ടാം നിരയില്ല. രണ്ടാം നിര എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കാണുന്ന ആളുകളൊക്കെ ഈ 3, 4, 5 വർഷങ്ങളേ ആയിട്ടുള്ളൂ രാഷ്ട്രീയത്തിൽ വന്നിട്ട്. അവർക്കൊന്നും ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള നല്ല ബോധ്യം BJPയെ സംബന്ധിച്ചുള്ള ഒരു പ്ലാനും ഒരു ആക്ഷനും അവർ തയ്യാറാക്കുമ്പം ആ പാർട്ടിയെക്കുറിച്ച് പഠിക്കുമല്ലോ. അപ്പോൾ കെജ്രിവാളിനെയും സിസോദിയെയും പിടിച്ച് ജയിലിലിട്ടാൽ തീരുന്ന പാർട്ടിയേ ഉള്ളൂ. ഇതിനെ വളരാൻ വിടരുത്. പോസ്റ്റ് 2024 BJP അനുമാനിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് ഡിസിൻറ്റഗ്രേറ്റഡ് ആവുകയാണ് എങ്കിൽ വളർന്നു വരാൻ സാധ്യതയുള്ള വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ദേശീയ പാർട്ടി പദവി കിട്ടിയിട്ടുള്ള പാർട്ടിയാണ്. ഇനി ഒരു 10 വർഷം കൊണ്ട് അത് എന്താകും എന്നുള്ളത് സംബന്ധിച്ച് നല്ല വ്യക്തത BJPയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ മനീഷ് സിസോദിയെ പിടിച്ച് ജയിലിലിട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് 3 സർക്കാരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ദില്ലി സർക്കാർ. ഇനിയിപ്പോൾ 10 ദിവസത്തിനുള്ളിൽ എന്തായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി നമുക്കറിയാൻ കഴിയും. സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അരവിന്ദ് കെജ്രിവാളിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയണമെന്നില്ല. സിസോദിയുടെ കാര്യത്തിൽ അതാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ BJP പ്രതീക്ഷിക്കുന്നതാണ് സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുമെന്ന്. നിഷേധിക്കുന്നില്ല എങ്കിൽ രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും അരവിന്ദ് കെജ്രിവാൾ പൊളിറ്റിക്സിലേക്ക്, ദേശീയ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്ക് വരും. അത് വേറൊരു സീനാണ്. പക്ഷെ അത് നമുക്ക് മാറ്റി നിർത്തിയാൽ ഇനി അഥവാ സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയാണ് എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഡൽഹി പൂർണ്ണമായും തങ്ങളുടെ അധികാര പരിധിയിലേക്ക് വരും എന്ന് കരുതുന്നു. ഹിമാചൽ പ്രദേശിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സുഖു സർക്കാർ പ്രതിസന്ധിയിലാണ്. 9 MLA രാജിവെച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഉപതെരഞ്ഞെടുപ്പും ഉണ്ട്. അവിടെ ആ 9 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഭൂരിപക്ഷം സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരേ ഇല്ല എന്ന നില വരും. പഞ്ചാബിലും സമാനമായ സാഹചര്യമുണ്ട്. അതിനകം തന്നെ MP-മാരും MLA-മാരും ഒക്കെ രാജിവെച്ച് പോകുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബും പിടിച്ചെടുക്കാൻ സാധിക്കും. 3 സംസ്ഥാനങ്ങളിലെ കൂടി ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക എന്നതിനോടൊപ്പം 3 സംസ്ഥാനങ്ങളിൽ BJP ഇതര സർക്കാരുകളുണ്ട്. അവയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ പ്ലാനായി നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഒരു മന്ത്രി കൂടി രാജിവെച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ 417 ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 116 പേര്, അതായത് 28% പേരും മറ്റു പാർട്ടികളിൽ നിന്നുള്ള. BJP ഇങ്ങനെയാണ്, അതായത് തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത കേന്ദ്രങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ലാറ്റർ എൻട്രി ആയി കൊണ്ടുവന്നിട്ടാണ് BJP അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും BJPയെ സംബന്ധിച്ചിടത്തോളം പുത്തരിയൊന്നുമല്ല. ഇത് അവർ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്, ഇനിയും ആവർത്തിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് കാണേണ്ടത്. സുജയിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. സുജയ, ഇതിൽ ആപ്പിനെ പൂട്ടാനോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, ആം ആദ്മി പാർട്ടിയെ പൂട്ടിയത് മാർച്ച് 21-നാണ്. അപ്പോൾ തന്നെ പൂട്ടിക്കഴിഞ്ഞു. ഇനി പൂട്ടാനുള്ള തുടക്കം അത് മാർച്ച് 21-ന് കെജ്രിവാളിന്റെ അറസ്റ്റോടെ നമ്മൾ കണ്ടിരിക്കുന്നു. അതിന്റെ ഓരോ ഘട്ടമായിട്ടുള്ള പോക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് തീരുന്നതോടെ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളതും ഉറപ്പാണ്. ഇതിൽ ജയിൽ കാ ജവാബ് വോട്ട്സെ അതൊരു മാർഗമാണ്. ആം ആദ്മി പാർട്ടിക്ക് ഇനിയും ഒരു പോരാട്ടത്തിനുള്ള ബാല്യം ബാക്കിയുണ്ടെങ്കിൽ ഇനിയും മത്സരിക്കാം. നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള എതിരാളിയാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിനെ നരേന്ദ്രമോദിക്കും BJPക്കും ഭയമാണ് എന്നൊക്കെ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് അത്രയും ചങ്കൂറ്റമുണ്ടെങ്കിൽ ജയിൽ കാ ജവാബ് വോട്ട്സെ, തെരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെ മറുപടി കൊടുക്കാം. ആ പ്രചാരണം വിജയിപ്പിക്കാം. പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാം. നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടല്ലോ NDA-യുമായി. അപ്പോൾ രാജ്കുമാർ ആനന്ദ് രാജിവെച്ച് പാർട്ടി വിട്ടുകൊണ്ട്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം മന്ത്രിസഭയിൽ നിന്നുള്ള ആദ്യത്തെ രാജിയാണിത്. ആ രാജി സമയത്ത് ആ വ്യക്തി തന്നെ പറയുന്നു, ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിത്താഴുന്നു, ഭരണത്തിൽ തുടരാൻ ധാർമ്മികമായി അവകാശമില്ല, പട്ടിക വിഭാഗങ്ങളെ ആം ആദ്മി പാർട്ടി അവഗണിക്കുകയാണ്. ഇതൊക്കെ പറയുന്നത് BJPയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളോ ഒന്നുമല്ല, കോൺഗ്രസുമല്ല. പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം പിക്കായ രാജ്കുമാർ ആനന്ദ് എന്ന മന്ത്രിയാണ്. പിന്നെ മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റ്,
അതോടൊപ്പം തന്നെ റിമാൻഡ് ഇതൊക്കെ ഡൽഹി ഹൈക്കോടതി ശരിവെച്ചതാണ്. ഏപ്രിൽ 3-ാം തീയതി വാദം പൂർത്തിയായി. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് സ്വർണ്ണകാന്ത മിശ്രയുടെ സിംഗിൾ ബെഞ്ച് വിധി പറയുമ്പോൾ 3 മണിക്കൂറിലേറെ വാദം നീണ്ടതാണ്, പറയാനുള്ളതെല്ലാം കേട്ടതാണ്. അതിനുശേഷം വിധി പറയുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നത് കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയിലും കെജ്രിവാൾ ഉൾപ്പെട്ടതായി വ്യക്തമാകുന്ന തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെയും കൂട്ടാളികളുടെയും വാദമൊന്നും ഇനി നിലനിൽക്കില്ല. പിന്നെ ഗോവ തെരഞ്ഞെടുപ്പിന് കെജ്രിവാളിന് പണം നൽകിയെന്ന് വ്യക്തമാക്കുന്ന മതിയായ തെളിവുകൾ ആം ആദ്മി പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയുടെ മൊഴി ഇതൊക്കെ ഇഡിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും BJPയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോ പറയുന്നതല്ല. അത് കോടതിയിൽ ഇഡി വ്യക്തമാക്കിയതാണ്. അതിനുശേഷമാണ് ഈ അറസ്റ്റും റിമാൻഡും ഒക്കെ ശരിവെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ 15-ാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് കെജ്രിവാൾ. സുപ്രീം കോടതിയിലേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാലും ഒരാഴ്ച കൂടി, ഇനി 5 ദിവസം കൂടിയുണ്ട്, 5 ദിവസം കൂടി ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 19-ാം തീയതിയാണ് 1-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ പതിവ് ആരോപണങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. EDയെയും CBIയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് നേതാക്കളെയൊക്കെ വേട്ടയാടാൻ ശ്രമിച്ചു, അത് തുടരും. ആം ആദ്മി പാർട്ടിയെ പൂട്ടാന് മാത്രം അത്രയൊന്നും വലുതായിട്ടില്ല ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായി റിമാൻഡിലായി ജയിലിൽ കിടന്നപ്പോൾ കുറച്ച് ദിവസം മുൻപ് കേട്ടിരുന്നു, മാധ്യമങ്ങളിലൊക്കെ വാർത്തയാവുകയും ചെയ്തിരുന്നു, 10 ദിവസം കസ്റ്റഡിയിൽ കിടന്നപ്പോൾ 4.5 കിലോ കുറഞ്ഞുവെന്ന്. ഇന്നിപ്പോൾ തിഹാർ ജയിലിൽ നിന്നുള്ള ഒരു ഹെൽത്ത് ബുള്ളറ്റിൻ വന്നിട്ടുണ്ട്. അതായത് സ്വന്തം തൂക്കത്തെക്കുറിച്ച് തന്നെ കള്ളം പറയുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം പറഞ്ഞത് 4.5 കിലോ കുറഞ്ഞുവെന്നാണ്. ഇന്നിപ്പോൾ തിഹാറിന്റെ ഹെൽത്ത് ബുള്ളറ്റിൻ, ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഹെൽത്ത് ബുള്ളറ്റിൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഹെൽത്ത് ബുള്ളറ്റിൻ അനുസരിച്ച് 65 കിലോ ആയിരുന്നു ജയിലിൽ പ്രവേശിപ്പിക്കുമ്പോൾ കെജ്രിവാളിന്റെ ഭാരം. ഇപ്പോഴത് 66 കിലോ ആയിട്ടുണ്ട്. അതായത് ജയിലിൽ പോയതുകൊണ്ട് കെജ്രിവാളിന് 1 കിലോ തൂക്കം കൂടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ലീഗൽ ടീമിനെ 5 പ്രാവശ്യം എനിക്ക് കാണണം, ആഴ്ചയിൽ 5 പ്രാവശ്യം കാണണമെന്നാണ് ആവശ്യപ്പെട്ടത്. 2 ദിവസം നിലവിൽ അനുമതിയുണ്ട്, അതൊക്കെ മതി, അത്രയൊക്കെ കണ്ടാൽ മതി എന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിയമപരമായ അറസ്റ്റാണ്, കസ്റ്റഡിയാണ് എന്ന് ഡൽഹി ഹൈക്കോടതി തന്നെ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും കെജ്രിവാളിനെതിരായ ഗൂഢനീക്കം, കെജ്രിവാളിനെ പൂട്ടാൻ നോക്കുന്നു, മോദിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതൊന്നും നിലനിൽക്കുന്ന ഒന്നുമല്ല. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് പറ്റിയ ഒരു ഇരയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരി, ആപ്പിനെ പൂട്ടാനോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതേ എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായം. മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.